Example 4. In figure 5.29, line segment AB is parallel to CD and AD is parallel to BC. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എ ബിയും ഡി സിയും പാരലാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിംഗിൾ ആരോയാണ് ഇവിടെ. അതിൻ്റെ അർത്ഥം എ ബിയും സി ഡിയും പാരലാണ്. ഇത് രണ്ടും ഡബിൾ ആരോസ് ആണ്. അപ്പോൾ എ ഡിയും ബി സിയും പാരലാണ്. ആംഗിൾ ഡി എ സി 65. അതായത് ഈ ആംഗിള് 65 ഡിഗ്രിയാണ്. അതേപോലെ ആംഗിൾ എ ഡി സി ഈ ആംഗിള് 60 ഡിഗ്രിയാണ്. വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ആംഗിൾ സി എ ബി? സി എ ബി ഏതാണ്? സി എ ബി ഈ ആംഗിള്. പിന്നെന്താണ്? എ ബി സി ഈ ആംഗിള്. അടുത്തത് ബി സി ഡി എന്ന് പറയുമ്പം ഈ മൊത്തം ആംഗിള്. ഈ 3 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ചില ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. അതായത് എ ബിയും ഡി സിയും പാരലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എ ഡിയും ബി സിയും പാരലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ചില ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ്സും തന്നിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ട് നമ്മൾ ഈ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബി പാരലൽ ടു സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡി നമുക്ക് എന്തായിട്ട് എടുക്കാം? ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാം. ആൻഡ് എ ഡി ഈസ് ദി ട്രാൻസ്വേഴ്സൽ. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? എന്തു പറയാം? ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ എ ഡി സിയും ആംഗിൾ ഡി എ ബിയും കൂടെ എന്തായിട്ട് എടുക്കാം? ഈ 2 ആംഗിൾസും കൂടെ 180. അതായത് ഈ ആംഗിളും ഈ ഫുൾ ആംഗിളും ഈ 2 ആംഗിൾസും കൂടെ 180 ആണ് എന്ന് എടുക്കാം. അപ്പോൾ ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നോക്കിയേ, ഇവിടെ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180യിൽ നിന്ന് ഈ 60 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 180 മൈനസ് 60. അപ്പോൾ ആംഗിൾ ഡി എ ബി നമുക്ക് എന്ത് കിട്ടി? 180 മൈനസ് 60 ഈസ് 120 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി എ ബി നമുക്ക്, അതായത് ഈ മൊത്തം ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. അപ്പോൾ ഈ മൊത്തം ആംഗിൾ 120 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 120യിൽ നിന്ന് ഈ ആംഗിൾ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്താൽ മതി, ഇല്ലേ? അപ്പോൾ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും മാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ച് കാണിക്കാം. ഇതാണ് ആംഗിൾ ഡി എ ബി. ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. ഈ ആംഗിള് 65 ഡിഗ്രി. അപ്പോൾ ഈ മൊത്തം ആംഗിൾ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 120 ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി എ സിയും ആംഗിൾ സി എ ബിയും കൂടെ ചേരുന്നതാണ്, അല്ലേ? ആംഗിൾ ഡി എ സിയും ആംഗിൾ സി എ ബിയും കൂടെ ചേരുന്നതാണ് ആംഗിൾ ഡി എ ബി. ഇതിനകത്ത് നമുക്കറിയാവുന്ന ആംഗിൾസിൻ്റെ എല്ലാം മെഷർമെൻറ്റ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. ഡി എ ബി 120 ആണ് എന്നറിയാം, ഡി എ സി 65 ആണ് എന്നറിയാം. ആംഗിൾ സി എ ബി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ സി എ ബി എന്താണ്? ഈ 120യിൽ നിന്ന് 65 സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി, ദാറ്റ് ഈസ് 55 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി എ ബി നമുക്ക് എന്ത് കിട്ടി? 55 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ ഇവിടെ എഴുതിക്കണം കേട്ടോ. ഇവിടെ എഴുതിക്കണേ, ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഈസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി എന്ന് നിങ്ങളിവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കണം കേട്ടോ. അതതിൻ്റെ റീസണാണ്, ഇവിടെ 180 വരാനുള്ള റീസണാണത്. അത് നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 55 ഡിഗ്രി. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കാനും നമുക്ക് ഹിൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? എ ഡിയും ബി സിയും പാരലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ എഴുതുന്നു എ ഡി പാരലൽ ബി സി. ട്രാൻസ്വേഴ്സൽ ഏതായിട്ട് എടുക്കുന്നു?
ഡി സി നമ്മൾ ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുന്നു. ഡി സി ഈസ് ദി ട്രാൻസ്വേഴ്സൽ. ഡി സിയും ട്രാൻസ്വേഴ്സലായിട്ട് എടുത്താൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്തെഴുതാം? ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ആഡ് അപ്പ് ടു 180 ഡിഗ്രി എന്ന് ഇവിടെ എഴുതിക്കണം കേട്ടോ. അപ്പോൾ എ ഡി സി നമുക്ക് 60 ഡിഗ്രി ആണ് എന്നറിയാം. പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഡി സി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 180യിൽ നിന്ന് 60 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 180 മൈനസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി സി ബി നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ബി സി കണ്ടുപിടിക്കാം. അപ്പോൾ എ ബി സി കണ്ടുപിടിക്കുമ്പോൾ എന്തെടുക്കണം? എ ബി പാരലൽ ഡി സി ആൻഡ് ബി സി ഈസ് ദി ട്രാൻസ്വേഴ്സൽ. ഓക്കെ, എ ബി പാരലൽ ഡി സി ആൻഡ് ബി സി ഈസ് ദി ട്രാൻസ്വേഴ്സൽ. സോ എന്ത് പറയാം? ആംഗിൾ ഡി സി ബി പ്ലസ് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി സി ബി 120 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതേ പ്ലസ് ആംഗിൾ എ ബി സി 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ബി സി എന്തായിരിക്കും? 180യിൽ നിന്ന് 120 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ 3 ആംഗിളുകൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എ ബി പാരലൽ ഡി സി ആൻഡ് എ ഡി ഈസ് ദ ട്രാൻസ്വേഴ്സൽ വെച്ച് നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചു. എ ബി പാരലൽ ഡി സി ആൻഡ് ബി സി ഈസ് ദ ട്രാൻസ്വേഴ്സൽ വെച്ചിട്ട് ഈ ആംഗിൾ കണ്ടുപിടിച്ചു. പിന്നെ എ ഡി പാരലൽ ബി സി ആൻഡ് ഡി സി ഈസ് ദ ട്രാൻസ്വേഴ്സൽ വെച്ചിട്ട് ഈ ആംഗിളും കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 4 കഴിഞ്ഞു. ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.